കരുവാറ്റയിലെ 65-കാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. അതെ, ഒരു ഐഫോൺ വേണം, ഒരു ബൈക്ക് വേണം. ഇത് കരുവാറ്റയിലെ സംഭവത്തെക്കുറിച്ചാണ്. ഈ കഥ കേൾക്കുന്ന എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇത്രയും ചെറിയ പെൺകുട്ടിക്ക് എന്താണ് ഇത്ര വലിയ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് ഒരു മർഡർ നടത്താൻ വരെ അവളെ പ്രേരിപ്പിച്ചു? പോലീസ് പുറത്തു വിട്ടിരിക്കുന്നത് കുട്ടിയുടെ ഐഫോൺ, ബൈക്ക് ഇതുപോലെയുള്ള ആവശ്യങ്ങൾ, അതുപോലെ ലേറ്റായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അത് ഇദ്ദേഹം എതിർത്തിരുന്നു എന്നുള്ളത്, അതുപോലെ ഈ കുട്ടിയുടെ പല പ്രവണതകളും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളതൊക്കെയാണ്. പിന്നെ പിയർ പ്രഷറിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ കുട്ടി മൊഴി നൽകിയതായിട്ട് പറയുന്നു അദ്ദേഹത്തിന്റെ ഇൻഅപ്രോപ്രിയേറ്റ് ആയ ടച്ചിനെ കുറിച്ചൊക്കെ. എനിവേ ഇതെല്ലാം വീണ്ടും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതും ക്ലാരിറ്റിയിലേക്ക് എത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഒരു വഴിക്ക് നിൽക്കട്ടെ. ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും അതിന് പേരൻസ് എടുക്കേണ്ട മെത്തേഡ്സ് എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യന് കൂടെ പ്രാധാന്യമുണ്ട്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇമോഷണൽ സെക്യൂരിറ്റി എവിടെയായിരുന്നു? പെട്ടെന്നൊരു ദിവസം കൊണ്ടൊന്നും ഒരു കുട്ടികളും ചീത്തയാവുന്നില്ല. ഒരു വളരെ സാധാരണപ്പെട്ട ഒരു കുട്ടിയിൽ നിന്നും ഒരു കൊലപാതകം വരെ നടത്തി കൂട്ടാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു കുട്ടിയിലേക്കുള്ള മാറ്റം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലല്ലോ. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ അവളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ലേ? അവളുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവളുടെ ഇമോഷൻ എക്സ്പ്രഷൻസിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മീഡിയംസ് ഉണ്ടായിരുന്നോ? കുട്ടിയെ നേർവഴിയിലേക്ക് നയിക്കാൻ ചില തിരിച്ചറിയലുകളും ഇടപെടലുകളും നടത്തേണ്ടതായിരുന്നില്ലേ? ഇതൊക്കെ എവിടെയൊക്കെയോ പിഴച്ചതുകൊണ്ട് ഒരു ജീവൻ പോയി എന്നതിനപ്പുറത്തേക്ക് നിന്ന് കുറേ കുട്ടികളുടെ ജീവിതങ്ങളും പാഴായി എന്ന് പറയുന്നതാണ് റിയാലിറ്റി. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരൻസും മനസ്സിലാക്കുക, നമ്മളുടെ ഉത്തരവാദിത്തം ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതല്ല, കുട്ടികളുടെ ഇമോഷണൽ മെച്യൂരിറ്റീസ് കൂടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു സിമ്പിൾ കാര്യം കൂടി മനസ്സിലാക്കുക: നോ എന്ന് പറയുന്നത് കുട്ടികളോട് പറയേണ്ട സാഹചര്യത്തിൽ പറയുക, അതിനെ അതിജീവിക്കാൻ അവരെ പഠിപ്പിക്കുക. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യൂ.